ഓക്കെ. സോ ഇന്ന് നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ് പറയണത്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷൻ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലൈക്ക് അതുമായിട്ട് റിലേറ്റഡ് അല്ല, പക്ഷെ അതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാന്ന് മാത്രം. ഓക്കെ ഓക്കെ. ഓക്കെ. എനിക്കത് ഏകദേശം ജസ്റ്റ് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കണ്ട ക്ലാസ്സിൽ ഞാൻ ഇടയ്ക്ക് കുറച്ചു നേരം ഇല്ലായിരുന്നു. ഓക്കെ. ഓക്കെ. അതായത് ജസ്റ്റ് നമ്മൾ ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് കൂടിയും ജസ്റ്റ് പറയാം. ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താന്ന് വെച്ചാല് ഇപ്പം മാർക്കറ്റ് നമുക്കറിയാം, ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാ മൂവ് ചെയ്യുക? ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ഒരു ഹൈ ഉണ്ടാക്കും, ഒരു ലോ ഉണ്ടാക്കും, പിന്നെ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഇങ്ങനെയാണ് യെസ്. മാർക്കറ്റ് മൂവ് ചെയ്യുക, അല്ലേ? അതെ. ഓക്കെ. അപ്പം നമുക്കറിയാം മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് അവിടെ നിന്ന് റീട്രേസ്മെന്റ് ചെയ്യുന്നുണ്ട്, റീട്രേസ് ചെയ്ത് വരുന്നുണ്ട്, അല്ലേ? ഇവിടുന്ന് ഒരു അതെ. പുൾ ബാക്ക് തരുന്നുണ്ട്. പക്ഷെ ഉം, പുൾ ബാക്ക് തന്നിട്ട് വീണ്ടും മാർക്കറ്റ് അപ്പ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ. ഉം, അപ്പോൾ ഉം. പുൾ ബാക്ക് തരുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടായിട്ടാണ് പ്രൈസ് ഈ ഒരു ഏരിയ എത്തുമ്പോൾ മുകളിലേക്ക് പോകുന്നത്. അതെ. ഇവിടുന്ന് ഒരു പ്രൈസ് വാങ്ങിച്ചു, ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ലാഭം കിട്ടി, അവർ ഇവിടുന്ന് സെല്ല് ചെയ്തു. സെല്ല് ചെയ്തിട്ട് അവരൊരു ഏരിയയിലെത്തി. ആ ഒരു ഏരിയയിൽ വീണ്ടും വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അവിടുന്ന് വീണ്ടും ആൾക്കാർ വാങ്ങിച്ചു, പ്രൈസ് ഇവിടെ മുകളിലെത്തി. വീണ്ടും കുറച്ച് ആൾക്കാർ ഇവിടുന്ന് ലാഭം എടുത്തു, അതായത് ഇവിടുന്ന് ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് നടന്നു. വീണ്ടും ഈ ഒരു ഏരിയയിൽ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് പ്രൈസ് വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് പോയി. ഓക്കെ. ഓക്കെ. അങ്ങനെ അത് മനസ്സിലായി. പ്രൈസ് വാങ്ങിക്കാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന ഈ ഒരു ഏരിയ, ഇതിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് വിളിച്ചത്. ഓക്കെ. ഓക്കെ. ആ ഒരു ഏരിയയാണ് സപ്പോർട്ട്. ഓക്കെ. അപ്പോൾ ഡൗൺ ട്രെൻഡ് ആവുമ്പോൾ അവിടെ സപ്പോർട്ട് ആയിരിക്കും ഉണ്ടാവുക. ഡൗൺ ട്രെൻഡിലോട്ട് വരുമ്പോഴേക്കും അവിടെ അവിടെ സപ്പോർട്ട് ഉണ്ടാകും. സപ്പോർട്ട് ഉണ്ടാവില്ല, പകരം എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്ന പേരാണ് റെസിസ്റ്റൻസ്. അതായത് ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യണം? താഴേക്ക് വരണം, അല്ലേ? സപ്പോർട്ടിലാവുമ്പോൾ എന്തായാലും പ്രൈസ് അവിടെ നിന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം കോൺസെപ്റ്റ് തന്നെ. പ്രൈസ് ഈ ഒരു ഹൈന്ന് ഈ ഒരു ലോ ഉണ്ടാക്കി, ഇവിടുന്ന് പ്രൈസ് കുറച്ച് ആൾക്കാർ വിറ്റു, അതായത് ലാഭം ഉണ്ടാക്കി, ഇപ്പം പ്രൈസ് ഒന്ന് മുകളിലേക്ക് വരും. അപ്പോൾ ഒരു ഏരിയ എത്തുമ്പോൾ വീണ്ടും പ്രൈസിനെ ആൾക്കാർ താഴത്തേക്ക് സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ഏരിയ എത്തി, സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് സെല്ല് ചെയ്തു. ഓക്കെ. ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടി ലാഭം കിട്ടിയപ്പോൾ കുറച്ച് ആൾക്കാർ ഈ ഒരു ട്രേഡിൽ നിന്ന് മാറി, പിന്നെ വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന്, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വീണ്ടും സെൽ ഓഫ് നടന്നു. ഓക്കെ. ഇങ്ങനെ ആൾക്കാർ വിൽക്കാൻ താല്പര്യപ്പെടുന്ന, സെല്ലേഴ്സ് വിൽക്കാൻ വില്ലിങ് ആകുന്ന ഈ ഒരു റേഞ്ചിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിച്ചത്. സപ്പോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ്. ആ ആ ആ. മനസ്സിലായോ? ശരി, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബയേഴ്സ് വാങ്ങാൻ വില്ലിങ് ആയിട്ടുള്ള ഏരിയ. യെസ്. ഓക്കെ. അപ്പം ഈ ഒരു ഏരിയ എടുത്ത ഇതായിരുന്നു നമ്മുടെ സപ്പോർട്ട്. ഇവിടെ ഈ ഒരു ഏരിയ ഇതാണ് നമ്മുടെ സപ്പോർട്ട്. ഓക്കെ. ഓക്കെ അല്ലേ? മനസ്സിലായി, അത് മനസ്സിലായി ബ്രോ. ഓക്കെ. അപ്പോൾ അപ് ട്രെൻഡിന്റെയും ഡൗൺ ട്രെൻഡിന്റെയും കേസ് നമ്മൾ പറഞ്ഞു. ഇനി ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണെന്ന് വെച്ചോ. ഓക്കെ. ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആകുമ്പോൾ എങ്ങനെയാ ഉണ്ടാവുക? ഒരു പെർട്ടിക്കുലർ ഹൈയോ ലോയോ ഉണ്ടാക്കാതെ ഒരു ഹൈൻ്റെ ലോന്റെ അത് ഇടയിൽ കിടന്ന് മാർക്കറ്റ് ഇങ്ങനെ കളിക്കും, അല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു ഹൈന്റെയും ലോന്റെയും പ്രത്യേകത, ഈ ഒരു ഹൈയും ലോയും ഉണ്ടാക്കിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രൈസ് ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ പോയി, ഇവിടുന്ന് താഴത്തേക്ക് വന്നു. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും താഴത്തേക്ക് വന്നു. ഈ ഏരിയ വീണ്ടും എത്തി, ഇവിടുന്ന് മുകളിലേക്ക് വന്നു. ഈ ഒരു ഏരിയയിലെത്തി, ഏരിയയിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് വന്നു. ഇവിടെ നമുക്ക് കാണാം രണ്ട് അത് ഏരിയ, താഴത്തെ ഒരു ഏരിയ ഉണ്ടാവും, മുകളിലൊരു ഏരിയ ഉണ്ടാവും. ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് മുകളിലോട്ടും താഴോട്ടും പോകുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ഒരു ഏരിയ, ഇതിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് വിളിക്കുക. കാരണം ഇവിടെ കണ്ടിന്യൂസ്ലി ബയേഴ്സ് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ. ഇവിടെ കണ്ടിന്യൂസ്ലി സെല്ലേഴ്സ് സെല്ല് ചെയ്യാൻ വിൽക്കാൻ. വില്ലിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഇത് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ. മനസ്സിലായോ? അപ്പൊ എന്താ ചോദിക്കാൻ വന്നേ?
എന്താ ബ്രോ? എന്താ ചോദിക്കാൻ വന്നേ? ഞാൻ സപ്പോർട്ട് തന്നെ, അത് സപ്പോർട്ട് ആയിരിക്കത്തില്ലയോ എന്നാണ് ആ ചോദിക്കാൻ വേണ്ടി അതെ വന്നത്. അതെ അതന്നെ. പക്ഷെ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു മാർക്കറ്റിൽ, ഈ ഒരു റേഞ്ചിങ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. നമ്മൾ അപ് ട്രെൻഡിലോ ഡൗൺ ട്രെൻഡിലോ മാത്രമേ ട്രേഡ് എടുക്കാവൂ നമ്മൾ പറയുന്നുണ്ട്. അതിനുള്ള റീസൺ എന്തായിരിക്കും? സിംപ്ലി നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ബൈ ഓർഡർ എടുത്തു, ഇവിടുന്ന് ഒരു ക്വാണ്ടിറ്റി വാങ്ങിച്ചു. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ എന്ത് പ്രോഫിറ്റ് ഏരിയ, ഇവിടെ ശരിയാ. ആയിരിക്കും ആ, നമ്മുടെ TP. പക്ഷെ അവിടെ എത്തൂല. ആ. അവിടെ എത്തുന്നതിന് മുൻപ് ഈ റെസിസ്റ്റൻസ് വന്നിട്ട് താഴത്തേക്ക് ഇറക്കും. വീണ്ടും നമ്മൾ വാങ്ങിച്ച ഏരിയയിലെത്തും, അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും, വീണ്ടും റെസിസ്റ്റൻസിലെത്തും. ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കും. അതെ. ഓക്കെ. ഇത് എവിടേക്കെങ്കിലും ഒന്ന് ബ്രേക്ക് കിട്ടണം. അപ്പോൾ മാത്രമേ പ്രൈസ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വിചാരിച്ച ഏരിയയിൽ എത്തുള്ളൂ. അപ്പോൾ ഒരു ഡേ ട്രേഡറായ നമുക്ക് ഡേ ട്രേഡറായ നമുക്ക് ഇത്രയും കുറേ ദിവസങ്ങളൊന്നും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല, അല്ലേ? നമ്മൾ അന്നാന്ന് എടുത്ത് അന്നാന്ന് ഒഴിവാക്കുക എന്നായിരിക്കും നമ്മുടെ മെയിൻ ടാർഗറ്റ്. അപ്പം ഇത് നമ്മളെ ശരിയാ. സംബന്ധിച്ച് എന്തല്ല, ആപ്റ്റായ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അല്ല. ഉം. ഓക്കെ. ഓക്കെ ആണോ? ആ, ഓക്കെ. മനസ്സിലായി ബ്രോ. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓക്കെ. ഇനി ഇന്ന് നമ്മൾ പറയുന്നത്, ശരിക്കും ഈ ഒരു സപ്പോർട്ട് സോൺ ആവട്ടെ റെസിസ്റ്റൻസ് സോൺ ആവട്ടെ, നമ്മൾ ജസ്റ്റ് ഇത് മാർക്കറ്റിൽ കണ്ടെത്തുന്ന സമയത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം കൂടി. ഇപ്പം ഒരു സപ്പോർട്ട് സോൺ, ഓക്കെ, ഈ ഒരു ഏരിയ എന്താണ്? സപ്പോർട്ടാണ്, അല്ലെ? സപ്പോർട്ട്. ആ. നമ്മൾ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുക എന്താണെന്നാണ്? പ്രൈസ് ഇങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ. പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പ്രൈസ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോവുക കാണിക്കുക, അല്ലെങ്കിൽ പ്രൈസ് ഡയറക്റ്റ്ലി ഇത് ഇങ്ങോട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഉം, ഉം. ഇങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതിന് പകരം ഈ ഒരു സപ്പോർട്ട് ഇവിടെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഇത് നമ്മുടെ ഹയർ ലോ പാർട്ടായിരുന്നു. ഹയർ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക? അപ് ട്രെൻഡ് മാർക്കറ്റ് മാറി ആ ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്നു എന്ന് വിചാരിക്കും, അല്ലേ? അപ്പം ഈ ഒരു സപ്പോർട്ട് ഇവിടെ റെസ്പെക്ട് ചെയ്യാതെ പ്രൈസ് താഴേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ സപ്പോർട്ട് ഇനി പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഉം, ഉം, അതായത് ഉം. തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് പിന്നെ താഴത്തേക്ക് ഇതിനെ പുഷ് ചെയ്യും. ഉം, ഓക്കെ. ഉം. ഈ ഒരു ഓക്കെ. സംഭവത്തെ വിളിക്കുന്ന പേരാണ് റോൾ ഓഫ് റിവേഴ്സൽ. ഉം, ഉം. ഓക്കെ. റോൾ ഓഫ് Reversal. റിവേഴ്സൽ. അതായത് ഒരു സപ്പോർട്ട് എന്തായി മാറാണ്? ഒരു റെസിസ്റ്റൻസ് ആയി മാറുക, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട്. സപ്പോർട്ടായിട്ട് മാറാം. ഓക്കെ. മാർക്കറ്റ് മേളിലോട്ടാണ് പോയിരുന്നതെങ്കിൽ നേരെ തിരിച്ചു വരും. ഇത് സപ്പോർട്ടിനായി എടുക്കുന്നുള്ളൂ. മാർക്കറ്റ് ഇപ്പൊ ഇങ്ങനെ മുകളിലേക്കാണ് പോയതെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഉം. ഓക്കെ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോവാതെ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാതെ താഴത്തേക്കാണ് ബ്രേക്ക് ആയെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ എത്തുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ടാണല്ലോ, ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നൊന്നുമില്ല. ഈ ഒരു ഏരിയയിൽ എത്തുമ്പം ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഓക്കെ. ഓക്കെ. ജസ്റ്റ് ഓക്കെ. നമുക്ക് എക്സാമ്പിളോടെയും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. അയ്യോ. ഓക്കെ. വെയിറ്റ്. ഇതൊക്കെ നമ്മൾ റിഫൈൻ ചെയ്തിട്ട് ഒന്നും കൂടി പഠിക്കൂട്ടോ. ലൈക്ക് ഇതിന്റെയൊക്കെ ഓ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ട്രേഡിങ്ങിൽ യൂസ് ചെയ്യാം. ഓക്കെ. ആ, ആ. ഓക്കെ. ഇവിടെ നോക്കിയേ, നമ്മൾ ആദ്യം മാർക്കറ്റിന്റെ ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പം ഈ ഒരു ഏരിയ നമുക്കൊരു കൺസോൾട്ടേഷൻ ഉണ്ട്, ശരിയല്ലേ? നിൽക്കുന്ന അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല നിൽക്കുന്നു. നിൽക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ തുടങ്ങി. അതായത് ഈ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് ഇവിടെ ബ്രേക്ക് കിട്ടി, ഈ ഒരു ഏരിയ ഇവിടെ ബ്രേക്ക് കിട്ടി. ഓക്കെ. പിന്നെ നമുക്ക് പ്രൈസ് ഒന്ന് താഴത്തേക്ക് വന്നു, ഒന്ന് മുകളിലേക്ക് പോയി, വീണ്ടും ഒന്ന് താഴത്തേക്ക് വന്നു, വീണ്ടും ഒന്ന് മുകളിലേക്ക് പോയി. ഓക്കെ. ആക്ച്വലി ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ട്. ഇതായിരുന്നു നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞത്, അല്ലേ? പ്രൈസ് ഒന്ന് മുകളിലേക്ക് വന്നു, താഴത്തേക്ക് വന്നു,
പ്രൈസ് ഒന്നും വീണ്ടും മുകളിലേക്ക് വന്നു, താഴത്തേക്ക് വന്നു. ഓക്കെ, ഈ ഈ ഒരു ഏരിയ അല്ലേ, നമ്മൾ സപ്പോർട്ട് സോൺ അപ് ട്രെൻഡിൽ ഏതാ കണ്ടെത്തിയിരുന്നേ? ഈ ഒരു താഴത്തേക്ക് വരുമ്പോൾ പ്രൈസ് എവിടെ നിന്നാണോ മൂവ് ചെയ്യണത് ആ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ സപ്പോർട്ട് സോൺ ആക്കി കണ്ടെത്തിയിരുന്നത്. അങ്ങനെ പ്രൈസ് ഇങ്ങനെ ഹൈ വന്നു, താഴത്തേക്ക് വന്നു, ഇവിടെ നിന്നാണ് പിന്നെ പ്രൈസ് മൂവ് ചെയ്തത്. ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ. ആ ഒരു അതെ സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയത്. സോ നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? ഈ ഒരു ഏരിയ ആണ്. ശരിയല്ലേ? അതെ. നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ ഏതാണ്? അതായത് പ്രൈസ് ഇപ്പോൾ ഈ മുകളിലേക്ക് പോയ പ്രൈസ് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് എന്ത് ചെയ്യണം? വീണ്ടും മുകളിലേക്ക് പോകണം. ഓക്കെ, അതാണ് നമ്മുടെ. ആ അതാണ് നമ്മുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ അനുസരിച്ച് അങ്ങനെ വേണം. പക്ഷെ പ്രൈസ് എന്ത് ചെയ്തു? ആ ഒരു ഹയർ ലോനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, പിന്നെ തിരിച്ച് മാർക്കറ്റ് ഡൗൺഫോൾ ആയത് കറക്റ്റ് ഈ ഒരു സപ്പോർട്ടിൽ വന്ന സമയത്താണ്. അതായത് നമ്മുടെ റോൾ ഓഫ് റിവേഴ്സൽ ആണ് ഇവിടെ നടന്നത്. ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. പിന്നെ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് പ്രൈസ് താഴത്തേക്ക് പുഷ് ചെയ്തു. ഓക്കെ ആണോ? ആ ഓക്കെ ബ്രോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. സോ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് നല്ലൊരു സപ്പോർട്ട് സോൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാ സപ്പോർട്ട് സോണും ഇപ്പോൾ കഴിഞ്ഞ സെഷൻ ബ്രോ ഒന്ന് പിന്നെ അതിന്റെ റെക്കോർഡിങ്സ് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൽ എല്ലാ സപ്പോർട്ടും എല്ലാ റെസിസ്റ്റൻസും മാർക്കറ്റ് എന്ത് ചെയ്യണില്ല? റെസ്പെക്ട് ചെയ്യണില്ല. പല ആ സപ്പോർട്ടുകളും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പല റെസിസ്റ്റൻസുകളും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് നല്ല സപ്പോർട്ട് ഏതാണ്, അല്ലെങ്കിൽ നല്ല റെസിസ്റ്റൻസ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റിലേക്കാണ് പോവുക. ഓക്കെ, അതിന്റെ പേരാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. പ്രൈസിന് ഡിമാൻഡ് ഉള്ള ഏരിയ ഏതാണ്, പ്രൈസ് താഴേക്ക് സപ്ലൈ ചെയ്യുന്ന ഏരിയ ആണ്, ഇത് ഏതാണ് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യാം. നല്ല സപ്പോർട്ട് സോൺ നല്ല റെസിസ്റ്റൻസ് സോൺ ഏതാണെന്ന് നോക്കുമ്പോൾ നമ്മൾ അവിടുത്തെ കറക്റ്റ് നല്ല ഡിമാൻഡ് ഏതാണ്, നല്ല സപ്ലൈ ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് സിംപിളി പറയുകയാണെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ മറ്റൊരു സംഭവം, ഒന്നും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, ഇതിൽ നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ട പോലെ ഈ ഒരു റീട്രേസ്മെന്റ് വരുന്ന ഈ ഒരു ഏരിയ, അല്ലെങ്കിൽ പ്രൈസ് റീട്രേസ് ചെയ്തിട്ട് പിന്നെ എവിടുന്നാണോ പ്രൈസ് പുഷ് ചെയ്യണത് ആ ഒരു ഏരിയ, എല്ലാ ഏരിയയും ഇപ്പം ഈ ഒരു ഏരിയ സപ്പോർട്ടാണ്, ഈ ഒരു ഏരിയ സപ്പോർട്ടാണ്. ഓക്കെ, കാരണം പ്രൈസ് ചിലപ്പം ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ നമ്മൾ പഠിച്ച സപ്പോർട്ട് സോൺ ആണ്. പക്ഷെ ഇതൊന്നും ഡിമാൻഡ് സോൺ ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് സോൺ ആവാൻ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായി ബ്രോ. ഓക്കെ, അപ്പം അതൊന്നും കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി വിശദീകരിച്ചിട്ട് പറയും. അതിനു മുമ്പ് ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് എന്താ വെച്ചാൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്നുള്ള സംഭവമാണ്. ഓക്കെ, ഓക്കെ. ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ മുന്നേ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മൾ പഠിച്ച സപ്പോർട്ട് സോൺ തന്നെ എടുക്കട്ടെ. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത്, ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് നമുക്ക് വീണ്ടും വാങ്ങിക്കാം എന്ന് നമുക്ക് കൺഫർമേഷൻ തരുന്നത് കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് സോൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി, തിരിച്ച് ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് വീണ്ടും ഇവിടുന്ന് ബൈയിങ് നടക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യണത് മാർക്കറ്റ് ഇവിടെ കാണിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അല്ലാണ്ട് സിംപ്ലി അതൊരു സപ്പോർട്ടാണ്, ഇവിടേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്, ഇനി ഇവിടുന്ന് മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ നമ്മൾ ചില കൺഫർമേഷൻസ് നോക്കും. മാർക്കറ്റ് ഇന്നൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്തോ, ഇന്നൊക്കെ രീതിയിലുള്ള കാൻഡിലുകൾ ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള കാൻഡിൽസിന്റെ ഓരോ രൂപങ്ങൾ ഇപ്പൊ നമ്മൾ ഇതിലുള്ള കാൻഡിൽസ് ഒക്കെ നോക്കിയേ, എല്ലാം ഒരേ രീതിയിലാണോ? പലതും പല ഷേപ്പിലാണ്, പല നീളത്തിലാണ് അല്ലേ? ചിലതിന് ബോഡി കുറച്ച് കൂടുതലുണ്ട്, ചിലതിന് വിക്കാണ് കൂടുതൽ, ചിലതിന്റെ ഒരു വിക്ക് മാത്രം കുറച്ച് വലുതാണ് അല്ലേ? ഇങ്ങനെ പല ടൈപ്പുകൾ
പല ടൈപ്പ് കാൻഡിൽസുകൾ ഉണ്ട്, ശരിയല്ലേ? അതെ. അപ്പോൾ നമ്മളെ ഈ ഒരു സപ്പോർട്ട് സോണിൽ പ്രൈസ് തിരിച്ചെത്തുന്ന സമയത്ത് ഇവിടുന്ന് ബൈങ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് കൺഫർമേഷൻ തരുന്നുണ്ടോ എന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ കൊണ്ടുള്ള ഉപയോഗം. ഓക്കെ, ഓക്കെ എന്തിനാണ് ഈ ഓക്കെ. കാൻഡിൽ സ്റ്റിക് പാറ്റേൺ നമ്മൾ ഈ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സോണിൽ നമ്മൾ നോക്കുന്നത്? ഇവിടുന്ന് വീണ്ടും നമ്മൾ വിചാരിച്ച ആ ഒരു ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കൺഫർമേഷൻ ടൂൾ ആണ് ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ. ഓക്കെ, സോ നമുക്ക്, ഹലോ അഖിൽ ബ്രോ, കേൾക്കാം ബ്രോ, പറഞ്ഞോ. കിളി പാറുണ്ടോ? ഇല്ല, എനിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല, അതാണ് ഞങ്ങൾ മിണ്ടായിരുന്നത്. അതെ ഞാൻ ചോദിക്കുന്നത്. എന്താ നെറ്റ് എന്താ മനസ്സിലായി. ഓക്കെ, അതിനി അതിപ്പോ ഇവിടെ ഒരു പുതുതായിട്ട് പഠിക്കാൻ, എങ്ങനെയാ അതിന് പുതുതായിട്ട് പഠിപ്പിക്കുന്നതല്ലേ? കാൻഡിൽസ് പാറ്റേണോ? അതെ. അതെ, ആ, ഇന്നത്തെ ഓക്കെ. ഇന്നത്തെ സെഷൻ അതാണ്. ആ, നമ്മൾ ഓക്കെ ബ്രോ. തുടങ്ങുന്നേ ഉള്ളൂ ജസ്റ്റ്. ഓക്കെ, ഓക്കെ. അതായത് എന്തിനാണ് ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ നമ്മൾ നോക്കണേ മനസ്സിലായോ? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്ന സപ്പോർട്ട് ആ സപ്പോർട്ട് ആയിരിക്കുമോ, അല്ലെങ്കിൽ അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അതെ, അതായത് ഇപ്പൊ ഒരു സപ്പോർട്ട് സോണിൽ നമ്മൾ എന്തേ നോക്കുള്ളൂ? ബൈ ഓപ്ഷൻ അല്ലേ നോക്കുള്ളൂ? മെയിൻലി അതാണ് കൺസിഡർ ചെയ്യുന്നത്. ആ അത് അത് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് ഒരു സപ്പോർട്ട് സോൺ എപ്പോഴാണ് നമുക്ക് ക്രിയേറ്റ് ആവുന്നത് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. പ്രൈസ് ഒരു ഏരിയയിലെത്തി, അവിടുന്ന് റീട്രേസ് ചെയ്തു, അവിടുന്ന് വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഏരിയയാണ് നമ്മുടെ സപ്പോർട്ട് സോൺ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്, ഇവിടെ നമ്മൾ വാങ്ങിക്കേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുന്ന ഈ ഒരു സംഭവം, ഈ ഒരു ബൈ ചെയ്യാന്നുള്ള ഡയറക്ഷൻ ഓക്കെ ആണോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്നുള്ള കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്യാൻഡിലിന്റെയും പാറ്റേൺ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെയാണ് ബ്രോ. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഒന്നുമില്ല. ബ്രോ ചോദിച്ച കുഴപ്പമില്ല. അല്ല, സീരിയസ്ലി കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, എനിക്ക് അപ്പൊ ക്ഷീണം നമുക്ക് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 7 ടൈപ്പ് കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളുണ്ട്. ഒരുപാട് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഉണ്ട്, പക്ഷെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട 7 ടൈപ്പ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഉണ്ട്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടെണ്ണേ ഉള്ളൂ. നമ്മൾ ICT ത്രൂ മാത്രമേ ഈ ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ വെച്ച് കൺഫർമേഷൻസ് നോക്കുള്ളൂ. ഓക്കെ, ഐ ടി സി. എസ് എം സിയിൽ നമ്മൾ ഈ ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളോ കാര്യങ്ങളോ നോക്കൂല. ICTയിലാണ് നമ്മൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ നോക്കുക. നമ്മൾ ഓക്കെ, മെയിൻലി യൂസ് ചെയ്യുന്ന രണ്ടെണ്ണം ഐ ടി സിയും ഒന്ന് എസ് ഐ എം സി സി ടി അല്ലേ? ICTയും പിന്നെ SMC ആണ് മെയിൻലി യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ ഫൈനൽ, അതായത് ഇപ്പം നമ്മൾ ഈ SMC സെഷനും കഴിഞ്ഞ് ICT സെഷനും കഴിയുമ്പം ഈ രണ്ടിനും കൂടിയും ഒരു എന്താ പറയുക, ഒരു മിക്സ്ചർ പോലുള്ള ഒരു സംഭവമാണ് നമ്മൾ അപ്ലൈ ചെയ്യുക മാർക്കറ്റിൽ. ഓ, മാർക്കറ്റിലുണ്ട്. ആ, ആ. അതാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ലോവർ ടൈം ഫ്രെയിമിലും ഹയർ ടൈം ഫ്രെയിമിലും ഒരേപോലെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. കാരണം SMC ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക ലോവർ ടൈം ഫ്രെയിമുകളാണ്. അതായത് 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ്, മൂന്ന് ഓ, ഓ. മിനിറ്റ് 15 മിനിറ്റ്, അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് SMC വർക്ക് ചെയ്യുക. ഹയർ ടൈം ഫ്രെയിമിലും വർക്ക് ചെയ്യില്ല എന്നല്ല, കൂടുതൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക 5 മിനിറ്റ്, 3 മിനിറ്റ് റേഞ്ചിലാണ്. ഓക്കെ ഓക്കെ, ഓക്കെ. പക്ഷെ ICT ആകുമ്പോൾ നമുക്ക് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യണത് 50 മിനിറ്റ് ആൻഡ് എബോവ് റേഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ 5 മിനിറ്റിലേക്കോ 3 മിനിറ്റിലേക്കോ ഒന്നും വരൂല. ആ, ആ. ഓക്കെ, പക്ഷേ ഓക്കെ. ICTയും നമുക്ക് അതുപോലെ 1 മിനിറ്റിലും 3 മിനിറ്റിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ പേഴ്സണലി നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുക ഈ ഒരു 50 മിനിറ്റ് ആൻഡ് എബോ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കണതാണ്. അതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ലിക്വിഡിറ്റി കോൺസെപ്റ്റുകളും അതേമാതിരി കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഉം. സോ നമുക്ക് 7 ടൈപ്പ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷെ അതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുക 2 ടൈപ്പാണ്. ആ, ഓക്കെ, ആ. സോ നമുക്ക് ഫസ്റ്റത്തെ ടൈപ്പ് പോവാം. ഫസ്റ്റത്തെ ടൈപ്പിന്റെ പേരാണ്, കാണുന്നില്ലേ സ്ക്രീന്? ആ, കാണുന്നുണ്ട് ബ്രോ. മറുബോസോ കാൻഡിൽ.
ഫസ്റ്റ് കാൻഡിൽ സ്റ്റിക്ക് ടൈപ്പിന്റെ പേരാണ് ദ മറുബോസോ. ഓക്കെ. ഈ പേര് ആക്ച്വലി വന്നിരിക്കുന്നത് ജപ്പാനിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പേര്. നമുക്കിനി ഡോജി, അതേപോലെ ഹറാമി പാറ്റേൺ, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ ഈ ഒരു പേരൊക്കെ വന്നിരിക്കുന്നത് ജപ്പാനിൽ നിന്നാണ്. ഓക്കെ. ഓക്കെ. ദ മർബോസോ കാൻഡിൽ. ഓക്കെ. ദ മർബോസോ കാൻഡിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഒന്ന് ബിയറിഷ് മർബോസോ ആൻഡ് ബുള്ളിഷ് മർബോസോ. നോട്ട് ചെയ്യണേ. ആ, ഞാൻ ക്ലാസ് അടുത്ത ആഴ്ച നോക്കുമ്പോൾ രണ്ടെണ്ണം കൂടെ കഴിഞ്ഞ ക്ലാസ് നോക്കണം. ആ, നോക്കിയിട്ട് ഓക്കെ. ഞാൻ ഓക്കെ. ബുള്ളിഷ് മർബോസോ ഉണ്ടാവും, ബിയറിഷ് മർബോസോ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ. ഈ മർബോസോ കാൻഡിൽ, ഒരു കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു സാധാ ഒരു കാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എന്തൊക്കെ പാർട്ട് ഉണ്ടാവും? ഒരു രണ്ട് വിക്ക് ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും. രണ്ട് വിക്ക് ഉണ്ടാവും, ബോഡി ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതിന്റെ ഹൈ എവിടെ വരിക? താഴെ ഇതൊരു ബുള്ളിഷ് കാൻഡിലാണ്. ഇതിന്റെ ഹൈ എവിടെ വരിക? മുകളിലായിരിക്കും, വിക്കിന്റെ ഏറ്റവും മുകളിലായിട്ട്. ഓക്കെ. ഓപ്പൺ എവിടെ ഉണ്ടാവുക? ഇവിടെയാണ് ഹൈ. ഓക്കെ. ഓപ്പൺ ഇത് ബോഡി താഴെ സ്വഭാവമായിരിക്കും. എവിടെ ഇവിടെയാണോ അതോ ഇവിടെയാണോ? ഇവിടെ ആയിരിക്കും, താഴെ ബോഡിയുടെ താഴെ. മുകളിലോ? താഴെ താഴെ. എക്സാക്ട്ലി. അപ്പം ഇവിടെ നമുക്ക് ഓപ്പൺ ഉണ്ട്. ഓക്കെ. ജസ്റ്റ് ഇവിടെ ഓപ്പൺ മാർക്ക് ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക് ഹൈ ഉണ്ട്, അല്ലേ? പിന്നെ അതെ. ഇവിടെ എന്തായിരിക്കും? ക്ലോസ്. ക്ലോസ്. ഓക്കെ. ഇനി അതേപോലെ ഇവിടെ നമുക്ക് ലോ. ഓ, ഓക്കെ. ചേഞ്ച് ആവാതെ. ഓക്കെ. ഓക്കെ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. രണ്ട് വിക്ക്, ബോഡി, ഓപ്പൺ എവിടെ, ക്ലോസ് എവിടെ, ഹൈ എവിടെ. ഇതിപ്പം നേരെ ഒരു ബിയറിഷ് കാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് മാത്രമേ വ്യത്യാസപ്പെടുള്ളൂ? ക്ലോസും ഓപ്പണും ആ, അതെ. വ്യത്യാസമായി. ക്ലോസ് താഴെ വരും, ഓപ്പൺ മുകളിൽ വരും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്കൊരു ബുള്ളിഷ് മർബോസോ എന്ന് പറഞ്ഞാൽ ആ കാൻഡിൽ സിംപ്ലി ഇത്ര ഉണ്ടാവുള്ളൂ. അതായത് ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കും, അതിന് വിക്കുകളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ബോഡി മാത്രം വരുന്ന കാൻഡിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബുള്ളിഷ് മർബോസോ. അപ്പൊ ഒരു ബിയറിഷ് മർബോസോ ആണെങ്കിലോ? ആ ക്യാൻഡിലിന് ബേറിഷിന്റെ ബോഡി മാത്രമേ ഉണ്ടാവൂ. ആ ബിയറിഷ് കാൻഡിൽ ആയിരിക്കും, ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അതിന് വിക്കുകൾ ഉണ്ടാവില്ല. ഓക്കെ. അപ്പം വിക്ക് ഉണ്ടാവില്ല മീൻസ് പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ ബൈയിങ് നടന്ന് ഇവിടുന്ന് ക്ലോസ് ചെയ്തു. അല്ലെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ സെല്ലിങ് നടന്നിട്ട് ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്തു. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ? ഇവിടെ വിക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് ഒന്ന് താഴെ വന്ന് മുകളിലേക്ക് പോകണമായിരുന്നു. അപ്പോഴാണ് ഇവിടെ വിക്ക് ഉണ്ടാവുക. പക്ഷെ ഇതിന് എന്ത് ചെയ്യില്ല, വിക്ക് ഉണ്ടാവില്ല. ഓക്കെ. വിക്ക് ഉണ്ടാവാത്ത ഇത്തരം കാൻഡിൽസിനെയാണ് മറുബോസോ കാൻഡിൽ എന്ന് വിളിക്കുക. ഓക്കെ. അപ്പം കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറേ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഒക്കെ പഠിക്കുമ്പോൾ അത് നമ്മളെ ചാർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് റേഞ്ചിൽ എവിടെയെങ്കിലും വന്നിട്ട് കാര്യമില്ല. ഓക്കെ. നമുക്ക് കറക്റ്റ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിലായിരിക്കണം ഈ ഒരു കാൻഡിലിന്റെ ഫോർമാറ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു കാൻഡിൽ ടൈപ്പുകൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ. ഇപ്പോൾ അങ്ങനെ പറഞ്ഞുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇതൊരു അപ് ട്രെൻഡ് ആണ്. ഓക്കെ. അതെ. ഉം. ഓക്കെ. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടെന്ന് അറിയാം. ഓക്കെ. ആ, ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടെന്ന് അറിയാം. ഓക്കെ. അപ്പം പ്രൈസ് തിരിച്ച് ഈ ഒരു ഏരിയക്ക് വരുന്ന സമയത്താണ് നമ്മൾ വീണ്ടും ബൈയിങ് നോക്കുക. ഓക്കെ. അപ്പോ പ്രൈസ് നമുക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ മുകളിലേക്ക് പോയ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ആണ് നമുക്ക് ഇങ്ങനെ ഒരു മറുബോസോ കാൻഡിൽ തന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു കൺഫർമേഷൻ അല്ല. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ബൈങ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്നാണ് നമുക്കൊരു മറുബോസോ കാൻഡിൽ തന്നതെന്ന് വെച്ചാൽ നമുക്ക് അതൊരു കൺഫർമേഷൻ അല്ല. നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോണിൽ പ്രൈസ് വരുന്ന സമയത്താവണം ഇതേപോലുള്ള കാൻഡിലിന്റെ ഓരോ ഫോർമാറ്റുകൾ തരേണ്ടത്. ഓക്കെ. അപ്പോൾ മാത്രമേ നമ്മൾ അത് കൺഫർമേഷൻ ആക്കിയിട്ട് എടുക്കുള്ളൂ.
അതായത് റാൻഡം ആയിട്ട് പ്രൈസ് എവിടെയെങ്കിലുമൊക്കെ ഒരു മറുബോസോ കാൻഡിലോ എന്തെങ്കിലും തന്നിട്ട് കാര്യമില്ല. ഈ ഒരു സപ്പോർട്ട് സോണിലാണ് ഇങ്ങനെ ഒരു ബുള്ളിഷ് മറുബോസോ വന്നതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അവിടുന്ന് പ്രൈസ്, അതായത് ബയേഴ്സ് വാങ്ങാൻ വില്ലിങ് ആണ് എന്നാണ് ഈ ഒരു മറുബോസോ ക്യാൻഡലിനോട് അർത്ഥാക്കുന്നത്. അപ്പം ഈ ഒരു സപ്പോർട്ട് സോണിലാണ് ഇങ്ങനെ ഒരു ബുള്ളിഷ് മറുബോസോ വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി ഇവിടുന്ന് നമ്മുടെ ബൈ പൊസിഷൻസ് വാങ്ങിക്കാം. ഓക്കെ ആണോ? ഹലോ, കേൾക്കാം ബ്രോ, പറഞ്ഞോ. മനസ്സിലായോ? മനസ്സിലായി. എന്തെങ്കിലും ക്ലാരിഫിക്ക എത്തുമ്പം ഈ മർബോസോ കാറ്റഗറീസ് കിട്ടുവാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമുക്ക് ബൈ ചെയ്യാനാണെങ്കിലും സെല് ചെയ്യാനാണെങ്കിലും ബെറ്റർ ആയിരിക്കും. അതായത് ഒരു സപ്പോർട്ട് സോണിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണിലോ ആയിരിക്കണം നമുക്കിത് കിട്ടേണ്ടത്. ഓക്കെ. ഇപ്പം ഇതെന്ത് ട്രെൻഡാണ്? ഡൗൺ ട്രെൻഡ്. അപ്പൊ നമുക്കിവിടെ എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് വന്നു. ഈ വന്ന സമയത്താണ് ഒരു ബിയറിഷ് മർബോസോ വന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? ഒരു റെസിസ്റ്റൻസ് സോണിൽ ഒരു ബിയറിഷ് മർബോസോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവായ ഒരു കാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി പ്രൈസ് താഴത്തേക്ക് തന്നെ പോവാം എന്നുള്ള ഒരു നെറേറ്റീവ് അല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നേ? ആ, മനസ്സിലായി. മനസ്സിലായോ? ഉം, ഉം. അപ്പോ ഇത്രയേ ഉള്ളൂ. സിംപ്ലി നമുക്കൊരു സപ്പോർട്ട് സോണിലായിരിക്കണം ഒരു ബുള്ളിഷ് മൊറബോസോ കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണിലായിരിക്കണം ഒരു ബിയറിഷ് മൊറബോസോ കിട്ടേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ട്രേഡ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ നമുക്ക് ആദ്യം മറുബോസോ കാൻഡിലിന്റെ എക്സാമ്പിൾസ് നോക്കാം. ചില സമയത്ത് ഈ മറുബോസോ കാൻഡിലിന് വളരെ ചെറിയ വിക്കുകൾ ഉണ്ടായേക്കാം. പക്കാ വിക്കില്ല എന്നല്ല, ചിലപ്പോൾ ചെറിയ കൺസിഡറബിൾ പോലും അല്ലാത്ത വിക്കുകൾ ഉണ്ടായേക്കാം. ഓക്കെ. അതും നമ്മൾ മർബോസ കാൻഡിൽ ആയിട്ട് തന്നെയാണ് എടുക്കുക. ഓക്കെ. കാണുന്നുണ്ടോ? ഈ ഒരു കാൻഡിൽ കണ്ടോ? അതെ, താഴോട്ട് ചെറിയൊരു വിക്കുണ്ടല്ലോ ബ്രോ, അതിന് മേളിലോട്ടില്ല. അതിന് മേളിലോട്ടില്ല, പക്ഷെ വളരെ ചെറുതല്ലേ? ഭയങ്കര ചെറുതല്ലേ? അതെ, അല്ലേ? അതെ. വിക്ക് എന്ന് പറയാൻ മാത്രമുള്ള ഒരു വിക്ക് ഉണ്ടോ? അത് ഞാൻ ഇല്ല. പറഞ്ഞു, ചെറിയ വിക്ക് ആണെങ്കിലും നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. 15 മിനിറ്റിലായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് കാണും. ഉം, ഉം. ലോ ടൈം ഫ്രെയിമിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക, അതാ. ആ, ആ. ഓക്കേ. ഓക്കെ. പെർഫെക്റ്റ് എക്സാമ്പിൾ ആട്ടോ നോക്കുന്നേ. ചില ചെറിയ ചെറിയ വിക്കുള്ളതൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇതായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷെ പെർഫെക്റ്റ് എക്സാമ്പിൾ കിട്ടും, നോക്കാം. കഴിയട്ടെ. ആ, ആ. അങ്ങനെ എല്ലായ്പ്പോഴും ഫോം ചെയ്യണമെന്ന് നിർബന്ധവും അല്ലേ ഇല്ല, കോൺസെപ്റ്റില്? ചിലപ്പം ചിലപ്പോൾ ഈ റാലിയിലായിരിക്കും ഇത് ഫോം ചെയ്യുക. പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് നല്ലപോലെ റാലി ചെയ്യുന്ന സമയത്തെ ഇതൊരു മറുപോസ കാൻഡിലാണ്, കണ്ടോ? യെസ്. ഇതിന് വിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഇത്. പക്ഷെ ഇവിടെ നോക്കിയേ, പ്രൈസ് ഇപ്പൊ എന്ത് ട്രെൻഡിലാ? അതിപ്പം നമ്മുടെ ബുള്ളിഷ് ബുള്ളിഷ്, പൊസിഷൻ. അഥവാ അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്കിത് കിട്ടേണ്ടത് ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടേണ്ടത്, അല്ലേ? പ്രൈസ് ഒന്ന് ഡൗൺ ട്രെൻഡ് ആവുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസിലാണ് ഇത് കിട്ടേണ്ടത്.
ശരിയല്ലേ? നമ്മുടെ കോൺസെപ്റ്റ് പ്രകാരം അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടണം. ഓക്കെ. ഇവിടെ ഒരു മർബോസോ കാൻഡിൽ വന്നിട്ടുണ്ട്. കണ്ടോ? ഒരു ബിയറിഷ് മർബോസോ കാൻഡിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് യൂസ്ഫുൾ അല്ല. കാരണം ഇതിവിടെ വന്ന് ഇപ്പം ഈ ഒരു മർബോസോ കാൻഡിൽ ഇവിടെ വന്നിട്ട് പ്രൈസ് ഇവിടുന്ന് നല്ല പോലെ താഴത്തേക്ക് പോകണമായിരുന്നു. അല്ലേ? ഉം, ഉം, നമ്മളെ ഉം. ഇങ്ങോട്ട് മനസ്- താഴത്തേക്ക് നല്ല പോലെ ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. പ്രൈസ് പോയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഓൾറെഡി ട്രെൻഡ് അപ് ട്രെൻഡ് ആണ്. അപ്പോൾ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ നമുക്കൊരു ബുള്ളിഷ് മർബോസോ സപ്പോർട്ട് സോണിൽ കിട്ടണം. ഓക്കെ. അപ്പൊ ഇവിടെയും നമുക്കൊരു മർബോസോ കാൻഡിൽ കിട്ടി. പ്രത്യേകിച്ച് യൂസ് ഉണ്ടോ? പ്രൈസ് ചെറുതായിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. പിന്നെയും പ്രൈസ് മുകളിലേക്ക് പോയേക്കല്ലേ? അതെ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഒരു മർബോസോ കാൻഡിൽ എവിടെയും ചാർട്ടിൽ എവിടെയും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു കറക്റ്റ് സപ്പോർട്ട് സോണിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണിലോ ആയിരിക്കണം അത് വന്നിട്ടുണ്ടായിരിക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു മീനിങ് കിട്ടിയോ? മനസ്സിലായി ബ്രോ. ഓക്കെ. ഇനി അങ്ങനെ ഒരു ഏരിയയിൽ വന്നിട്ട് ഷിഫ്റ്റ് ചെയ്യണതിന്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഓക്കെ. ഈ പാറ്റേൺസ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബ്രോ ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ ബ്രോ. ഇത് നമ്മൾ യൂസ് ചെയ്യൂല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ലൈക്ക് നമ്മൾ ഈ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതല്ലേ. അപ്പം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. മനസ്സിലായി ബ്രോ. നമ്മളത് ടൈം കിട്ടുമ്പോഴത്ത് ഓരോ ചാർട്ട് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടും അല്ലേ? ആ, അതെ. ചില സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായി, വേറൊരു കൺഫർമേഷൻ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒക്കെ സമയം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളി ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓക്കെ. മാർക്കറ്റിൽ ഇതും വർക്കാവും. മാർക്കറ്റിൽ എല്ലാ സ്ട്രാറ്റജിയും വർക്കാവും. അതുകൊണ്ടാണ് പല സ്ട്രാറ്റജീസ് ഇപ്പം അവൈലബിൾ ആയത്. ഓക്കെ. ഇവിടെ നോക്കിയേ, ഇത് എന്ത് ടൈപ്പ് മാർക്കറ്റാണ്? അത് കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. എന്തായിരുന്നു നമ്മൾ അതിന് പറഞ്ഞിരുന്നേ? കൺസോൾട്ടേഷൻ അല്ലേ? അപ്പം ആക്ച്വലി ഈ ഒരു ഹൈൻ്റെ അല്ലെ, ഈ ഒരു ഹൈ, ഇവിടെയുള്ള ഈ ഒരു ഹൈ, ഈ ഒരു ലോ, ഇതിന്റെ ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ശരിയല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നോക്കിയ നേരത്തെ കണ്ട അതേ സംഭവം. ഈ ഒരു ഏരിയ എത്തുമ്പോൾ പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും അവിടെ എത്തുമ്പോൾ വീണ്ടും മുകളിലേക്ക് വരുന്നുണ്ട്, വീണ്ടും അടുത്ത് മുകളിലേക്ക് വരുന്നുണ്ട്, വീണ്ടും അടുത്ത് വീണ്ടും മുകളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഈ ഒരു ഏരിയ എത്തുന്ന സമയത്തൊക്കെ പ്രൈസ് താഴത്തേക്ക് ഡൗൺ ആവുന്നുണ്ട്. ശരിയല്ലേ? ആ റെസിസ്റ്റൻസ് ഏരിയ എത്തുമ്പോഴേക്കും താഴോട്ട് ആ. വരുന്നുണ്ട്. അപ്പം ഞാനിതാ ആ ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ഒരു റെസിസ്റ്റൻസ് സോൺ എടുക്കുന്ന സമയത്ത്, ഓക്കെ, നമുക്കൊരു സോൺ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ പ്രൈസ് ഇവിടുന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു, ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു. ഓക്കെ. അപ്പോൾ അതെ. ഈ പുഷിങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള അപ്പ് കാൻഡിൽ അല്ലെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ, അത് കണ്ടില്ല. മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സോൺ മാർക്ക്. ആക്കി എടുക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ. ആ, ആ, അത് ആ. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളൊരു സപ്പോർട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഇവിടെ പ്രൈസ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ബിയറിഷ് അതെ. കാൻഡിൽ മൊത്തമായിട്ട് നമ്മൾ എന്താക്കി എടുക്കുക? റെസിസ്റ്റൻസ് ആക്കിയിട്ട് എടുക്കുക. ഓക്കെ. ആ. സോറി, സപ്പോർട്ട് ആക്കി എടുക്കാം, മാറി, സപ്പോർട്ട് ആക്കി എടുക്കാം. ഓക്കെ. ഉം. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് പ്രൈസ് മുകളിലേക്ക് പോണേ, ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് പ്രൈസ് താഴേക്ക് വരുന്നത്. ശരിയല്ലേ? അതെ. ഓക്കെ. ക്ലിയർ അല്ലേ? ഈ സപ്പോർട്ട് ആൻഡ് എങ്ങനെ എടുക്കേണ്ടത് മനസ്സിലായില്ലേ? ഈ ഒരു കാൻഡിൽ മൊത്തമാക്കി എടുത്തു, ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ മൊത്തമാക്കി എടുത്തു, ഇവിടെ ഒരു ബിയറിഷ് കാൻഡിൽ മൊത്തമാക്കി എടുത്തു. ഓക്കെ. ഓക്കെ, ഓക്കെ. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ പിന്നിലും ലോജിക് ഉണ്ട്. ലോജിക് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ വന്ന ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് ഇത്രയ്ക്കും ഹൈ പോയത് അല്ലെ? ലാസ്റ്റ് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു ബുള്ളിഷ് കാൻഡിലാണ്. ആ ഒരു ആ, ബുള്ളിഷ് കാൻഡിലിനെ താഴത്തേക്ക് പ്രൈസ്
കവർ ചെയ്ത് പോകുമ്പോഴാണ് അവിടെ സെല്ലേഴ്സ് കൂടുതൽ വന്ന്. ശരിയല്ലേ? അതെ ഈ ഒരു ബുള്ളിഷ് കാൻഡിലിന്റെ ഇവിടുത്തെ പണി എന്താണ്? ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസിനെ ഇത്രയും ഹൈയിലേക്ക് കൊണ്ടുപോകാന്നാണ്. ഓക്കെ, അവിടുന്ന് പ്രൈസ് ഡ്രോപ്പ് തുടങ്ങി. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയയിലുള്ള ബയേഴ്സിനെ മൊത്തം പ്രൈസ് ഔട്ട് ക്ലാസ് ചെയ്തു, മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കി. പ്രൈസ് ഇവിടുന്ന് താഴത്തേക്ക് പോന്നു. അപ്പം സെല്ലേഴ്സ് അവരെ പണി തുടങ്ങിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്, ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ ഉണ്ടായ ഏരിയ ആണ്. ഓക്കെ, അതെ. മനസ്സിലായോ? ലോജിക്ക് കിട്ടിയോ? ഉം, ഉം. അതേപോലെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ബയേഴ്സ് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. അപ്പം അവിടേക്ക് ലാസ്റ്റ് വന്ന ബിയറിഷ് കാൻഡിലിനെ ബയേഴ്സ് എപ്പോഴാണോ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണേ, ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് അവിടേക്ക് വന്ന ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന ലാസ്റ്റത്തെ ബിയറിഷ് കാൻഡിൽ. ഈ ബിയറിഷ് കാൻഡിലിന് മുകളിലേക്ക് ഇവിടെ ബ്രേക്ക് കിട്ടുന്നത് ഈ ഒരു ഏരിയ വെച്ചിട്ട് ബ്രേക്ക് കിട്ടി. അതെ. അതിനർത്ഥം ഇവിടെ വന്നിരുന്ന സെല്ലേഴ്സിനെയൊക്കെ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ബയേഴ്സ് കൂടുതൽ പവർഫുൾ ആയി. അപ്പം ഈ ഒരു കാൻഡിൽ, ഈ ഒരു ഏരിയയാണ് ബയേഴ്സ് വന്ന ഏരിയ. ഇവിടെ നിന്നാണ് ബയേഴ്സ് വീണ്ടും വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള ഏരിയ. ഉം, ഓക്കെ, ഉം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ബിയറിഷ് കാൻഡിൽ എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ എടുക്കാം എന്ന് പറയാനുള്ള ലോജിക്ക്. കിട്ടിയോ? കാര്യം കിട്ടിയോ? ഓക്കെ, പറഞ്ഞോ ബ്രോ. അല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പ്രശ്നമല്ല, ക്ലാരിഫൈ ചെയ്ത് പോവാം. ഒന്നുകൂടി ഒരു പറയണോ? സെറ്റപ്പ്, ഒരു ഐഡിയ ആയിരിക്കും, അതാണ്. അതായത് ഇപ്പോ നമുക്കൊരു സപ്പോർട്ട് സോൺ ഉണ്ട്, അതെ, ഇവിടെ അതറിയാം, നമുക്കൊരു മനസ്സിലായി. റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ഇതൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണ്. അപ്പം മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടാവും, താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു സപ്പോർട്ട് ഇപ്പം പ്രൈസ് ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഇപ്പം ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ് എന്തോ ആവട്ടെ, ഈ ഒരു ഏരിയയിൽ എത്തുമ്പം ഈ ഒരു ഹൈന്റെയും ലോന്റെയും ഇടയിലാണ് പ്രൈസ് ഉള്ളത്. അതായത് ഇവിടെ പ്രൈസ് കളിക്കുന്നത് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ഹൈന്റെയും ലോന്റെയും ഇടയിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസോൾട്ടേഷൻ ഏരിയ. ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ ഇവിടെ, ലാസ്റ്റ് ഉണ്ടാക്കിയ ലോ ഇവിടെ. ഓക്കെ, ഈ ഹൈന്റെയും ലോന്റെയും ഇടയിൽ മാർക്കറ്റ് ഇങ്ങനെ കളിക്കുന്ന സമയത്താണ് നമ്മളൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് വിളിക്കുക. ഓക്കെ അതെ, അല്ലേ? ഓക്കെയാണ്, അത് ഓക്കെയാണ്, ഓക്കെ, അതറിയാം. ഇനി നമുക്ക് ഇവിടുന്ന് പ്രൈസ് താഴത്തേക്ക് വരുമ്പോഴാണ് ഇത് നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ആക്കി എടുക്കുക. ഇവിടുന്ന് പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോയത് കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു സപ്പോർട്ട് സോൺ ആക്കി എടുത്തത്, അല്ലേ? അതെ. അപ്പം ഇനി നേരെ നമ്മൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് വരാം. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞ അതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെ. ഓക്കെ, ഈ ഒരു ഹൈന്റെയും ഈ ഒരു ലോന്റെയും ഇടയിലാണ് മാർക്കറ്റ് ഉള്ളത്. അതെ. ശരിയല്ലേ? ഈ ആ ഒരു ഹൈന്ന് താഴത്തേക്ക് പ്രൈസ് വന്നപ്പോ ആണ് നമ്മൾ ഈ ഒരു ഏരിയ എന്താക്കി എടുത്തത്? റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് എടുത്തത്. ആക്കി എടുക്കരുത്. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയപ്പോഴാണ് ഇതെന്താക്കി എടുത്തത്? സപ്പോർട്ട് ആക്കി എടുത്തത്. ശരിയല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സോണ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ സോണ് നമ്മളിവിടെ വരക്കുന്ന സമയത്ത് നമ്മളിവിടെ ഈ ഒരു ക്യാൻഡിലിനെ ബേസ് ചെയ്തെടുക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഇതിപ്പം അതെ. സപ്പോസ് ഇവിടെ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റാണ് വന്നിരിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ വേണ്ട, ലാസ്റ്റ് വന്ന പ്രൈസ് ആക്ഷൻ നോക്കുക. ഓക്കെ, പ്രൈസ് ഇങ്ങനെ താഴത്തേക്ക് വന്നു, ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് വന്നു. ശരിയല്ലേ? പ്രൈസ് ഇവിടുന്ന് താഴത്തേക്ക് വന്നു, പിന്നെ മുകളിലേക്ക് വന്നു. പിന്നെ പ്രൈസ് ഇവിടുന്ന് താഴത്തേക്ക് സെൽ ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ലാസ്റ്റ് ബയേഴ്സ് പ്രസന്റ് ആയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ അല്ലേ, ഈ ഒരു ഗ്രീൻ അതെ. ക്യാൻഡിൽ അല്ലേ? ഉം, അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് നല്ലപോലെ പുഷ് ചെയ്തു. ഉം. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ബയേഴ്സിനേക്കാളും പവർ സെല്ലേഴ്സിനായി, അതുകൊണ്ടാണ് പ്രൈസ് താഴത്തേക്ക് വന്നത്. ഓക്കെ, അപ്പം സെല്ലേഴ്സ് കൂടുതൽ പവർഫുൾ ആയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈ ക്യാൻഡിൽ അല്ലേ? അതെ. അല്ലെങ്കിൽ സെല്ലേഴ്സ് പവർഫുൾ ആയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് വന്ന ബയേഴ്സ് ഉണ്ടായിരുന്ന ഈ ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഉം, ഉം. മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ മൊത്തമായിട്ട് ഒരു സോൺ ആക്കി എടുത്തിട്ട് അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, 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 ഇപ്പൊ മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ഇതെടുക്കാം, സപ്പോർട്ടിന്റെ കേസ് എടുക്കാം. സപ്പോർട്ട് എന്ന് പറയുമ്പം ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ടാവണം. ഓക്കെ, പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ നോക്കുക, ഈ ഒരു ഏരിയയിൽ വന്ന ഈ ഒരു ഏരിയ എന്ന് പറയുമ്പം ഇവിടെ എവിടെയാണ് സെല്ലേഴ്സ് ലാസ്റ്റ് പ്രസന്റ് ഉള്ളത് എവിടെയാന്ന് നോക്കുക.
അപ്പൊ സെല്ലേഴ്സ് ലാസ്റ്റ് പ്രസന്റ് ഉള്ള ഏരിയ ആയിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ ബിയറിഷ് കാൻഡിൽ, അല്ലേ? ഓക്കെ. സെല്ലേഴ്സ് ലാസ്റ്റ് ആക്റ്റീവായ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ബിയറിഷ് കാൻഡിൽ ഉള്ള ഏരിയ ആണ്. ഇതിന് താഴേക്ക് ഒരു ബിയറിഷ് കാൻഡിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവിടെയായിരുന്നു സെല്ലേഴ്സ് ലാസ്റ്റ് ആക്റ്റീവായ ഏരിയ. ഓക്കെ. പകരം എന്താ ചെയ്തത്? പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതായത് സെല്ലേഴ്സ് ലാസ്റ്റ് പ്രസന്റ് ഉള്ള ഈ ഒരു സെല്ലിംഗ് നടക്കുന്ന ഏരിയനെ കവർ ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയി. ബയേഴ്സിന്റെ സാന്നിധ്യം അവിടെ വന്നു, ബയേഴ്സ് കൂടുതൽ ഇവിടെ ആക്റ്റീവായി. അതുകൊണ്ടാണ് പ്രൈസ് വീണ്ടും ഒരു ബിയറിഷ് കാൻഡിൽ ഇവിടെ ഫോം ചെയ്യാതെ വീണ്ടും ബുള്ളിഷ് കാൻഡിലുകൾ ഇവിടെ ഫോം ചെയ്ത് വന്നത്. കിട്ടിയോ? അതെ ബ്രോ, മനസ്സിലായത്. നമ്മൾ ഇത് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ ഇത് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക എന്ന് മാത്രം. ഉം, ഉം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പോൾ നമ്മൾ സെല്ലേഴ്സ് അല്ലെങ്കിൽ ഇവിടെ ബയേഴ്സ് കൂടുതൽ പവർഫുൾ ആയ ഏരിയ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ബയേഴ്സ് വാങ്ങാൻ വില്ലിങ് ആയ ഏരിയ എന്ന് പറയുമ്പം, ലാസ്റ്റ് സെല്ലേഴ്സ് ഉള്ള ഏരിയനെ മറികടക്കുമ്പോഴല്ലേ ബയേഴ്സ് കൂടുതൽ അവിടെ വാങ്ങാൻ വില്ലിങ് ആവുള്ളൂ. അതെ. അപ്പം ലാസ്റ്റ് സെല്ലേഴ്സ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിയറിഷ് കാൻഡിൽ അല്ലേ? യെസ്. അപ്പം അത് നമ്മൾ എന്താക്കി എടുക്കുന്നു? ഒരു സോൺ ആക്കി എടുക്കുന്നു, സപ്പോർട്ട് സോൺ ആക്കി എടുക്കുന്നു. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? മനസ്സിലായി ബ്രോ, അത് മനസ്സിലായി. ഓക്കെ. സോ നമുക്ക് ഇവിടെ നോക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നോക്കിയേ, ചെറിയൊരു വിക്ക് ഉണ്ട്, എന്നാലും ഇതൊരു മർബോസ കാൻഡിൽ അല്ലേ? അതെ. അതിനുശേഷം പക്ഷെ പ്രൈസ് താഴത്തേക്ക് പോയതുണ്ടോ? അതിനുശേഷം എന്ത് ബ്രോ? അത് നമ്മൾ കൺസിഡർ ചെയ്തില്ലെന്നല്ലേ പറഞ്ഞത്? ആണ്, ഇത്രയും നമ്മൾ ഈ ഒരു ഇത് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ ഇത് കൺസിഡർ ചെയ്യില്ല, അത് ഓക്കെയാണ്. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്താന്ന് മാത്രം. ഇതൊരു yes. റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്, നമ്മൾ കൺസിഡർ ചെയ്യില്ല എങ്കിൽ കൂടി ഇതൊരു റെസിസ്റ്റൻസ് സോൺ തന്നെയല്ലേ? ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ. ഉം. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് സോണിൽ എത്തുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ബിയറിഷ് കാൻഡിൽ കിട്ടുന്നത്, ബിയറിഷ് മർബോസ കിട്ടുന്നത്. അതുകൊണ്ട് പ്രൈസ് താഴത്തേക്ക് പോയി. ഓ, ഓക്കെ ഓക്കെ. നമുക്ക് ഈ ഒരു കൺഫർമേഷൻ എടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. ഓക്കെ. നമ്മൾ ട്രേഡിങ്ങിന് അപ്ലൈ ചെയ്യണം എന്നല്ല. ഓക്കെ ഓക്കെ. ഓക്കെ. ഇവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മർബോസ കാൻഡിൽ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനോട് പ്രത്യേകിച്ച് യൂസ് ഉണ്ടോ? ഇല്ല. ഇല്ല, കാരണം ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണ്, നമുക്കൊരു ബുള്ളിഷ് മർബോസ കിട്ടണം. ശരിയല്ലേ? അതെ. ഓക്കെ. അപ്പം ബ്രോക്ക് ഇതിന്റെ ഐഡിയ കിട്ടിയോ? യെസ്. ഓക്കെ. അപ്പം ഒരു ബുള്ളിഷ് മർബോസോ നമുക്കൊരു സപ്പോർട്ട് സോണിൽ വരണം, അല്ലെങ്കിൽ ഒരു ബിയറിഷ് മർബോസോ ഒരു റെസിസ്റ്റൻസ് സോണിൽ വരണം. ഓക്കെ. 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 സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് നോക്കിയാലോ ബ്രോ? ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കണേ. ഓക്കെ ബ്രോ. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് പോവാം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എൻഗൾഫിംഗ് ബാർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാൻഡിലാണ് ഈ പറയുന്ന എൻഗൾഫിംഗ് ബാർ. ഓക്കെ. ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും? ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങും ബെയറിഷ് എൻഗൾഫിംഗ്. ബിയറിഷ് എൻഗൾഫിങ്ങും. ഓക്കെ. അപ്പോൾ ഈ എൻഗൾഫിംഗ് ബാറിനെ നമ്മൾ ഇ ബി എന്നാണ് വിളിക്കുക ഷോർട്ട് ഫോമിൽ. ഓക്കെ. ഓക്കെ ബ്രോ. ഓക്കെയാണ്. ഓക്കെ. അപ്പം എൻഗൾഫിംഗ് ബാർ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഇ ബി. രണ്ട് ടൈപ്പ് ഉണ്ടാവും, ബുള്ളിഷ് എൻഗൾഫിംഗ് ഉണ്ടാവും, ബിയറിഷ് എൻഗൾഫിംഗ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ബാറിന്റെ എക്സാമ്പിൾ ആദ്യം എടുക്കാം. ഓക്കെ. ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ പ്രൈസ് ഇങ്ങോട്ടേക്ക് വരുന്നത്, അതായത് പ്രൈസ് ഇങ്ങനെ താഴത്തേക്ക് പോയി, ഇനി പ്രൈസ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഏത് രൂപത്തിലായിരിക്കും? ഒരു അപ് ട്രെൻഡ് മാതിരിയല്ലേ വരിക? അല്ലി വേണ്ട, അത് പോട്ടെ. പോയോ? ഇപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് പോണ മാർക്കറ്റാണ്. ഓക്കെ. നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് സോൺ കിട്ടി, ഇവിടേക്ക് പ്രൈസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. ഓക്കെ.
അപ്പോൾ ബ്രോ ഞാൻ ചോദിക്കട്ടെ, ഈ തിരിച്ചു വരുന്ന സമയത്ത് പ്രൈസ് ഇവിടെ എത്തുന്ന സമയത്ത് ഇപ്പൊ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രൈസ് ബുള്ളിഷ് കാൻഡിലുകളല്ലേ ഉണ്ടാക്കേണ്ടേ? ഹലോ. അതെ. ഉം. കേൾക്കാം, ഇപ്പൊ പറഞ്ഞു. നോക്കൂ, ഇവിടെ ഇവിടെ നോക്കിയേ, ഇതിപ്പം ഒരു ഡൗൺ ട്രെൻഡ് ഇവിടെ ആയിട്ടുണ്ട് അല്ലേ? പ്രൈസ് അതെ. ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു എന്തായിരുന്നു, ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഇത് അല്ലേ? നമ്മൾ ആ നേരത്തെ ആ ലാസ്റ്റ് ബുള്ളിഷ് കാൻഡിൽ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇതായിരുന്നു ലാസ്റ്റത്തെ അവിടെ ഉണ്ടായിരുന്ന ബുള്ളിഷ് കാൻഡിൽ. അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. സോ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ. ഓക്കെ. 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 സോ ഇവിടേക്ക് പ്രൈസ് വരുന്ന രീതി നോക്കിയേ. ഈ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് തിരിച്ച് പ്രൈസ് വരുന്നത് ബുള്ളിഷ് കാൻഡിലുകൾ ഫോം ചെയ്തിട്ടല്ലേ വരുന്നത്? അതെ. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്, റീട്രേസ്മെന്റ് എന്ന് പറയുന്ന സംഭവം അല്ലേ? ആ, ആ. പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ റീട്രേസ്മെന്റ് എന്ന് വിളിച്ചത്, ശരിയല്ലേ? ഈ റീട്രേസ്മെന്റ് ഒരു ബുള്ളിഷ് മൊമെന്റം ആയിട്ടാണ് നമ്മൾ കാണിക്കുക, ശരിയല്ലേ? പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോകണം, അപ്പം ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കും ഉണ്ടാവുക. സിമ്പിൾ ലോജിക്. ഹലോ, മനസ്സിലാവണില്ല? മനസ്സിലായി ബ്രോ. കൺ- അത് മനസ്സിലായി ബ്രോ. ഇപ്പം ആ അവിടെ ബുള്ളിഷ് കാൻഡിൽസ് ഫോം ആയില്ലേ? അവിടെ ആ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ബെയറിഷ് കാൻഡിൽസും വരാൻ ചാൻസ് ഇല്ലേ? ഉറപ്പായിട്ടും വരും. ഇതൊരിക്കലും ഇങ്ങനെ ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിട്ട് തന്നെ വരണം എന്നില്ല. ഉറപ്പായിട്ടും ഇപ്പൊ നമ്മൾ ഇതിപ്പോ 50 മിനിറ്റ് അല്ലേ? ഇതിപ്പം ടൈം ഫ്രെയിം 50 മിനിറ്റ് ആണ്. ഓക്കെ, ഞാനിത് ഒരു 3 മിനിറ്റിലേക്ക് ഇടാം. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം, ഇങ്ങനെ ഒരു വലിയൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു അല്ലേ? ഡൗൺ ട്രെൻഡിന്റെ ഒരു റീട്രേസ്മെന്റ് ആണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റീട്രേസ്മെന്റ് ഏരിയ ആണ് അല്ലേ? നമ്മൾ ആ, 50 മിനിറ്റിൽ ഇട്ടാൽ ഞാൻ ഡ്രോ ചെയ്ത് കറച്ചു കണ്ടോ? ഇത് നമ്മൾ ആ. നേരത്തെ ബുള്ളിഷ് ഏരിയ കണ്ട ആ ഒരു ഏരിയ നമ്മളൊരു 3 മിനിറ്റിലേക്ക് ഇട്ട് നോക്കാം. 3 മിനിറ്റിൽ ഇടുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പ്രൈസ് വരുന്നത് എങ്ങനെയാ? ഹയർ ഹൈ ആ, ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഇങ്ങനെയല്ലേ വരുന്നേ? അതെ, ബുള്ളിഷ്. ബുള്ളിഷ് ആയിട്ടാണ് വരിക. ഇതാണ് നമ്മുടെ എന്താ പറയാ, ലോവർ ടൈം ഫ്രെയിമും ഹൈ ടൈം ഫ്രെയിമിന്റെ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അതെ. ശരിക്കും ഇവിടെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡൗൺ ട്രെൻഡ് തന്നെയാണ് അല്ലേ? നമ്മളിപ്പം ഈ ഒരു ഇതൊന്ന് ഒന്ന് പിന്നോട്ട് ചെയ്യുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഇവിടെ നോക്കിയേ, ഈ ഒരു ഹൈന്ന് പ്രൈസ് ഈ ഒരു ലോ ഉണ്ടാക്കി, ഈ ഒരു ഹൈ ഉണ്ടാക്കി, ഈ ഒരു ലോ ഉണ്ടാക്കി, ഈ ഒരു ഹൈ ഉണ്ടാക്കി, ഈ ഒരു ലോ ഉണ്ടാക്കി, ഇങ്ങനെ തന്നെയാണ് പ്രൈസ് പോണത്. പക്ഷേ നമ്മൾ ഹൈ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഇവിടെ ഒറ്റ പച്ച കാൻഡിൽസ് മാത്രമേ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ബുള്ളിഷ് കാൻഡിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതായത് 50 മിനിറ്റിൽ നോക്കിയ സമയത്ത് അല്ലേ, ഇവിടെ ബുള്ളിഷ് കാൻഡിലുകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു അപ് ട്രെൻഡ് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ 3 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു ചെറിയൊരു അപ് ട്രെൻഡ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ അപ് ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ആണ് എപ്പോഴും കിങ്. അതായത് അത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ലോവർ ടൈം ഫ്രെയിമുകളിൽ നമുക്ക് പലതരത്തിലുള്ള ട്രെൻഡുകൾ കാണിക്കും. ഒരു ഹൈ ടൈം ഫ്രെയിമിൽ ഇപ്പം നമ്മളെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് റിട്രേസ് ചെയ്യുക അപ് ട്രെൻഡിലായിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. ഓക്കെ. ഉം, ഉം. ഇപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിം പഠിച്ച ഒരാൾക്ക് ഈ ഒരു ഏരിയ റീട്രേസ്മെന്റ് ഏരിയ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ അയാൾ ഈ ഒരു ലോവർ ടൈം ഫ്രെയിം 3 മിനിറ്റിലോ 1 മിനിറ്റിലോ 5 മിനിറ്റിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപ് ട്രെൻഡ് കാണുമ്പോൾ അയാൾ മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ പേടിക്കത്തില്ല. കാരണം അയാൾക്കറിയാം, കാരണം ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് വരികയാണ്. റീട്രേസ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അപ് ട്രെൻഡ് കാണിച്ചേ മതിയാവും. എന്നാൽ മാത്രമേ ശരി. മാർക്കറ്റിന് ഈ ഒരു ഏരിയയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഉം. ശരിയല്ലേ? അതെ. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? മനസ്സിലായി, മനസ്സിലായി. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ്, അതായത് ഈ ഒരു റീട്രേസ്മെന്റ് സോൺ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുക. ഓക്കെ. ഹലോ, ഓക്കെ അല്ലേ? ആ, ഓക്കെ. ആ, ഓക്കെ ബ്രദർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്, റെസിസ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഇങ്ങനെ ഒരു അപ് ട്രെൻഡ് മാതിരി ഇവിടെ കാണിക്കും. ഓക്കെ. അങ്ങനെ പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് സോണിലെത്തി. ഇവിടൊക്കെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണിച്ചതെന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ. ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് സോണിൽ എത്തിയതിന് ശേഷം
അവിടെ പ്രൈസ് ആക്ച്വലി അതിന്റെ താഴേക്കുള്ള മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ലാസ്റ്റത്തെ ഈ ഒരു ക്യാൻഡിൽ ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കും, ശരിയല്ലേ? അതെ. സോറി, ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും, ശരിയല്ലേ? ആ, നമ്മളിപ്പോ ബിയറിഷ് ബുൾ. ആ, നേരത്തെ കണ്ട പോലെ. ഓക്കെ. ഓക്കെ. ഇതിനൊരു ഹൈ ഉണ്ടാവും, ഒരു ലോ ഉണ്ടാവും. ഓക്കെ. ഇപ്പം ഓക്കെ. താഴത്തേക്കുള്ള മൊമെന്റം തുടങ്ങിയിട്ടില്ല. താഴത്തേക്കുള്ള മൊമെന്റം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. ഓക്കെ. അതിന്റെ തൊട്ട് മുമ്പ് വരെ പ്രൈസ് ഇങ്ങനെ ബുള്ളിഷ് ആയിട്ടായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഒരു അപ് ട്രെൻഡ് ആയിരിക്കും കാണിക്കുക. ഓക്കെ. സോ പ്രൈസ് ശരിക്കും ഡൗൺ ട്രെൻഡിലാണ്. പ്രൈസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് ഡൗൺ ട്രെൻഡിലാണ്. ഞാൻ ഇവിടെ ഇതിന്റെ ഒരു പിക്ചർ വരക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ. ഓക്കെ. ഈ സോണില്ലേ, ഈ സോണാണ് ഈ സോൺ. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് വലുതാക്കി വരച്ചെന്ന് മാത്രം. ഓക്കെ. ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഏരിയ കൊണ്ട്, ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് നമ്മളിവിടെ സൂചിപ്പിച്ചേ. ഓക്കെ. ഓക്കെ ബ്രോ. അപ്പം പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് വരുമ്പം ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണുക. അപ്പം ലാസ്റ്റ് പ്രൈസ് ഇവിടെ ഈ ഒരു ഏരിയ എത്തി. ആ ഒരു ഏരിയ എത്തിയപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ബുള്ളിഷ് ക്യാൻഡിലാണ് ഇത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെ. ഇനി പ്രൈസ് ഇവിടുന്ന് നമ്മൾ ഈ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് പോവുകയാണ്. താഴത്തേക്ക് പോകുമ്പം സ്വാഭാവികമായിട്ടും എന്ത് ഫോർമാറ്റിലായിരിക്കും പോവുക? താഴത്തേക്ക് ഇങ്ങനെ ലോ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പോവുക? ഒരു ലോ ഉണ്ടാവും, ഒരു ആ, ലോവർ ഹൈ ചില ഉണ്ടാവും. അതായത് കുറെ ബിയറിഷ് ബുള്ളിഷ് കാൻഡിലുകൾ വെച്ചിട്ടാണ് പോവുക. അതായത് സിംപിളി ഇവിടുന്ന് പ്രൈസ് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ ഈ ഷിഫ്റ്റ് ചെയ്യണതിന്റെ തൊട്ട് മുമ്പ് ലാസ്റ്റ് ഉണ്ടാക്കിയ ബുള്ളിഷ് കാൻഡിലാണ് ഇത്. ഇനി നമുക്ക് ഒരു എൻഗൾഫിംഗ് കാൻഡിൽ ആവണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കാൻഡിൽ ഒരു ബിയറിഷ് കാൻഡിൽ വരണം. ഇവിടെ ലാസ്റ്റ് വന്ന പ്രൈസ് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഉണ്ടാക്കിയ കാൻഡിലാണ് ഇത്. അതിനുശേഷം പ്രൈസ് ഇങ്ങോട്ട് താഴത്തേക്ക് മൂവ്മെന്റ് തരുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കുന്ന കാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബിയറിഷ് കാൻഡിൽ ആവണം. ഓക്കെ. ഈ ബിയറിഷ് കാൻഡിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈ ഇവിടെ അല്ലേ, ഇതിന്റെ ഹൈ ഇവിടെ അല്ലേ വരുന്നത്, അതെ. ഇതിന്റെ ബോഡിന്റെ ഓപ്പൺ ഇവിടെ അല്ലേ വരുന്നത്. അതെ. ഓക്കെ. ഈ ഹൈയിന്റെ മുകളിലേക്ക് ഈ ഒരു പ്രൈസിന്റെ വിക്കോ അല്ലെങ്കിൽ ബോഡിയോ പോയിട്ടുണ്ടാവണം. ഫസ്റ്റ് കണ്ടീഷൻ. ഈ ഒരു ഹൈയിന്റെ മുകളിലേക്ക് ഈ ഒരു ബിയറിഷ് കാൻഡിലിന്റെ വിക്ക് അല്ലെങ്കിൽ ബോഡി പോയിട്ടുണ്ടാവണം. ഓക്കെ. പിന്നെ ഈ ഒരു കാൻഡിലിന്റെ ഓപ്പൺ ഇവിടെ അല്ലേ, താഴെയല്ലേ? ഇതൊരു ബുള്ളിഷ് കാൻഡിലിന്റെ ഓപ്പണിംഗ് ഇവിടെ താഴെയല്ലേ? അതെ. അതെ, ഞാൻ റിയൽ എക്സാമ്പിൾ കാണിക്കാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്ങിന്റെ താഴത്തേക്ക് പ്രൈസ് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. രണ്ടാമത്തെ ബിയറിഷ് കാൻഡിൽ ഇതിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്യണം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ. ഇവിടെ പ്രൈസ് ഇങ്ങനെ അപ് ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അഖിൽ ബ്രോ? ഇവിടെ അപ് ട്രെൻഡ് അല്ലേ ആ. വന്നിട്ടുണ്ടായിരുന്നു? ആ, ഇവിടെ ഉണ്ടാവും. അപ് ട്രെൻഡ് ആയിരുന്നു. പ്രൈസ് എന്ത് ചെയ്തു? ഒരു ഇവിടെ നിങ്ങളുടെ താഴത്തേക്ക് ഈ ഡൗൺ ഒരു ആയി. ഏരിയ എത്തിയപ്പോൾ ഡൗൺ ആയിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഡൗൺ ആയി, വീണ്ടും അപ് ട്രെൻഡ് ആയി, വീണ്ടും ഡൗൺ ആയി. ഓക്കെ. ഇവിടെ നമുക്ക് താഴത്തേക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? അതെ ബ്രോ. ഓക്കെ. ഒരു അപ് ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വീണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്ക് ഇത്രയും താഴത്തേക്ക് വന്നു, ഇവിടുന്ന് ഒരു പുൾ ബാക്ക് വന്നു, വീണ്ടും താഴത്തേക്ക് വന്നു. ഓക്കെ. അപ്പോൾ നമ്മളെ ഓക്കെ. സംബന്ധിച്ച് ഇത്രയും ഇത്രയും പറഞ്ഞു നോക്കല്ലേ, ഈ ഡൗൺ ട്രെൻഡ് ഓക്കെ അല്ലേ? അതെ, അതെ. നമ്മളെ സംബന്ധിച്ച്
ഈ ഒരു അപ്പ് കാൻഡിൽ, ഈ ഒരു ബുള്ളിഷ് കാൻഡിലാണ് എന്ത് നമ്മുടെ എന്ത് ഏരിയ? നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ. റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ. ഇപ്പം ഇവിടുത്തെ ഹൈ എന്ന് പറയുന്നത് ഇതാണ്, അതായത് നമ്മുടെ ലോവർ ഹൈ ഇവിടെ, ലോവർ ലോ ഇവിടെ. ഓക്കെ അല്ലേ? ഇവിടെ നിന്നാണ് ഒരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് വരുന്നത്. രണ്ട് കാൻഡിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ രണ്ട് ബുള്ളിഷ് കാൻഡിൽ വരണം, ഫസ്റ്റ് കാൻഡിലിന്റെ ഹൈന്റെ മുകളിലേക്ക് റൺ ചെയ്യണം എന്ന് പറഞ്ഞ ആ സംഭവം ഉം, ഉം, ഉം. ഓർമ്മല്ലേ? ഓർമ്മയുണ്ട് ബ്രോ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ലോവർ ഹൈ, ഇതാണ് നമ്മുടെ ലോവർ ലോ. ഓക്കെ. പ്രൈസ് ഓക്കെ. എന്ത് ചെയ്തു? ഈ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തി. ഓക്കെ. ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയ കാൻഡിൽ ഏതാണ്? ബുള്ളിഷ് ക്യാൻഡിലാണ്. ബുള്ളിഷ് കാൻഡിലാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു കാൻഡിൽ ഒരു എൻഗൾഫിംഗ് കാൻഡിൽ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു ഹൈയിന്റെ മുകളിലേക്ക് പ്രൈസ് റൺ ചെയ്യണം. ഓക്കെ. ഈ ഒരു ഓപ്പണിംഗ് ഇവിടെയാണ്, ഇതിന്റെ താഴെ ആയിരിക്കണം ആ ഒരു ബിയറിഷ് കാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ. കിട്ടിയോ? പറഞ്ഞു മനസ്സിലായോ? നമ്മളെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹൈയിന്റെ മുകളിലേക്ക് പ്രൈസ് ഒന്ന് റൺ ചെയ്യണം, മീൻസ് ഒന്നുകിൽ ബോഡി പോകണം അല്ലെങ്കിൽ വിക്ക് വരണം. പിന്നെ അത് ക്ലോസ് ചെയ്യണ സമയത്ത് ഒരു ബിയറിഷ് കാൻഡിലായിട്ട് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പം ഇതിന്റെ ഓപ്പണിങ്ങിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ. നോക്കിയേ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഇവിടെ മെറ്റായില്ലേ? അഖിൽ ബ്രോ, ആ, പറയാം ബ്രോ. മനസ്സിലായോ ഇത്? ആ, എന്താ ഡൗട്ടുള്ളത്? എന്താ ക്ലാരിഫിക്കേഷൻ ഉള്ളത്? അല്ല ബ്രോ, മനസ്സിലായി. നമ്മളത് ഓക്കെ. അതിന് മുന്നേ വന്ന ബുള്ളിഷ് കാൻഡിലിനെക്കാട്ടിലും വിക്ക് അല്ലെങ്കിൽ ബോഡി മേളിലോട്ട് പോയിരിക്കണം എന്തായാലും. പോയിരിക്കണം. പിന്നെ ഈ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ക്ലോസിങ്. ഓപ്പണിങ്ങിന്റെ താഴെ ക്ലോസ് ചെയ്യണം, ബിയറിഷ് കാൻഡിൽ ക്ലോസ് ചെയ്യണം. സോ ഈ ഒരു കാൻഡിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? ബിയറിഷ് എൻഗൾഫിംഗ് ബാർ, ബിയറിഷ്, ബിയറിഷ് ഇ ബി എന്നൊക്കെ വിളിക്കും. ഓക്കെ. ഓക്കെ. ഇങ്ങനെ ഒരു കാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാൻഡിൽ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇത് ഫോം ആയത്. സോ ഇങ്ങനെ ഒരു കാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പൊട്ടൻഷ്യലി താഴത്തേക്കുള്ള സെല്ലുകൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സെല്ല് ഇവിടെ ഇടുന്നു, ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇടുന്നു. ഓക്കെ. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ബാറിന്റെ മുകളിലാണ്. ഓക്കെ. ഞാൻ ഈ ഒരു ലോ വരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. കാരണം അടുത്ത കാൻഡിൽ ഇതിവിടെയാണല്ലോ ക്ലോസ് ചെയ്ത്, അടുത്ത കാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ ഞാൻ ഇവിടെ എന്തിട്ടത്? എൻട്രി ഇട്ടത്. ഓക്കെ. അത് നോക്കിയേ, നെക്സ്റ്റ് ടൈം തന്നെ ആ ഒരു കാൻഡിൽ പോയത് കണ്ടോ? എൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റ് എടുത്തു, അതിനുശേഷം പ്രൈസ് നല്ല പോലെ താഴത്തേക്ക് പുഷ് ചെയ്തു, കണ്ടോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ എൻഗൾഫിംഗ് ബാർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഐ സി ടിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് തന്നെ അതുണ്ട്. ഓക്കെ. ഞാൻ ആക്ച്വലി പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു സെറ്റപ്പും കൂടിയാണിത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഭയങ്കര പവർഫുൾ ആണെന്ന് പറയാൻ കാരണം ഇത് കുറേ കാര്യങ്ങളാണ് നമ്മളോട് പറയണത്. ഇതൊരു റെസിസ്റ്റൻസ് സോണിലാണ് ഇങ്ങനെ ഒരു എൻഗൾഫിംഗ് ബാർ വന്നിട്ടുള്ളത്. ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെന്റ് ഉണ്ടാക്കിയ ഈ ഒരു, അതായത് ലാസ്റ്റ് ബൈയിങ് നടത്തിയ ക്യാൻഡിലിന്റെ മുകളിലേക്ക് റൺ ചെയ്തതിന് ശേഷം അതിന് താഴത്തേക്ക് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത പാടെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. എൻട്രി പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലോ വരെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് വെക്കാം. സിംപ്ലി നമുക്കത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ. ഇതാണ് ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ബാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണേ. ഓക്കെ. അപ്പം ബ്രോ, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ബാർ എന്തായിരിക്കും? സപ്പോസ് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ. ഓക്കെ. സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രൈസ് ഒന്ന് റീട്രേസ് ചെയ്ത് വരികയാണ്.
പ്രൈസ് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പം ഇവിടെ ലാസ്റ്റ് ഫോം ചെയ്യണ ബിയറിഷ് കാൻഡിൽ ഉണ്ടാവുമല്ലോ, അതെ. ഈ ഒരു ബിയറിഷ് കാൻഡിൽ. ഓക്കെ, ഇതൊരു ബിയറിഷ് കാൻഡിലാണ്. ഇപ്പൊ നമ്മൾ കണ്ടു ഒട്ടുമിക്ക സമയത്തും ലാസ്റ്റ് ഇവിടെ ഫോം ചെയ്യുക, പ്രൈസ് മുകളിലേക്ക് പോണതിന് മുമ്പ് ഫോം ചെയ്യണ ഒരു ബിയറിഷ് കാൻഡിൽ ആണോ നോക്കുക. ഓക്കെ, ഇവിടെ നമുക്കൊരു ബിയറിഷ് കാൻഡിൽ കിട്ടി. ഇതിന്റെ ഹൈ ഇവിടെ, ഇതിന്റെ ലോ ഇവിടെ, ഓപ്പണിംഗ് ഇവിടെ അല്ലേ വരിക. അതെ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് കാൻഡിൽ എന്ത് ചെയ്യണം? ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഈ കാൻഡിൽ ഈ ഒരു ബുള്ളിഷ് കാൻഡിലാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ബുള്ളിഷ് കാൻഡിൽ ഈ ഒരു ലോന്റെ താഴത്തേക്ക് പോയിട്ടുണ്ടാവണം, വിക്കോ ബോഡിയോ കൊണ്ട് ഈ ഒരു ലോന്റെ താഴെ പോയിട്ടുണ്ടാവണം. ആൻഡ് ഈ ഓപ്പണിങ്ങിന്റെ മുകളിലായിരിക്കണം ഇത് ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓ ഓ. അതിന് ഉം. ബോഡി വേണമെന്നോ, ബോഡി കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യണം, വിക്ക് കൊണ്ടല്ല, ബോഡി കൊണ്ട് ക്ലോസ്. ക്ലോസ് മീൻസ് ക്ലോസ് തരേണ്ടത് ഈ ഓപ്പണിങ്ങിന്റെ മുകളിലായിരിക്കണം ക്ലോസ് തരേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു നമ്മുടെ മേളില്. എങ്ങനെ വിക്കിന്റെ മുകളിലാണോന്ന് നിർബന്ധമില്ല, വിക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ആ ഈ ഒരു ആ ആ. ബോർഡിന്റെ മുകളിലായിരിക്കണം ക്ലോസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഉം. വിക്കിനെ കവർ ചെയ്യണം, ഇവിടുത്തെ ബോർഡിന്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ ഇതിനെ കവർ ചെയ്യണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ബാർ എന്ന് വിളിക്കുക. ഇങ്ങനെ ഇതൊരു സപ്പോർട്ട് ഏരിയയിൽ നമുക്ക് കിട്ടിയാൽ ഇനി ഇവിടുന്ന് നമുക്ക് ബൈയിങ് സിമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, എക്സാമ്പിൾസ് കിട്ടുമോ നോക്കാം. അത് ഞാനൊരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ ബ്രോ. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ, ബുള്ളിഷ് എൻഗൾഫിംഗ് ബാറിന്റെ എക്സാമ്പിൾ കണ്ടോ. ഇതൊരു ബുള്ളിഷ് ആ ആയിട്ടുള്ള എൻഗൾഫിംഗ് ബാർ ആണ്, കാരണം ഈ ഒരു ലോന്റെ താഴത്തേക്ക് പ്രൈസ് പോയിട്ടുണ്ട്, ഇതിന്റെ ഓപ്പണിംഗ് ഇവിടെ ആയിരുന്നു, അതിന്റെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ആ ബ്രോ, ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഉം. അതൊന്നുകിൽ ഒരു സപ്പോർട്ട് സോണിലാവണം, അല്ലെങ്കിൽ ഒരു ഏഹ്, എന്ത് സോണിലായിരിക്കണം? റെസിസ്റ്റൻസ് സോണിലായിരിക്കണം. ഇത് കണ്ടോ, ഈ ഒരു വലിയൊരു കാൻഡിൽ, ഈ ഒരു വലിയൊരു കാൻഡിൽ ഈ ഒരു കാൻഡിലിന്റെ ഹൈയിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്, ഇതിന്റെ ഓപ്പണിംഗ് ഇവിടെയാണ്, അതിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തത്. ഇതൊരു ബീറിഷ് എന്ത് കാൻഡിലാണ്? എൻഗൾഫിംഗ് ബാർ ആണ്. ഓക്കെ, ഈ ഒരു കാൻഡിൽ, ഈ ഒരു കാൻഡിൽ ഇതെന്ത് കാൻഡിലാ? അത് പ്രൈസ് മേലോട്ടുണ്ട് അല്ലേ? എൻഗൾഫിംഗ് ക്യാൻഡിലാണല്ലോ അത്. അതെ, കാരണം ഈ ഒരു ലോന്റെ താഴത്തേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്, ഇതിന്റെ ഓപ്പണിംഗ് ഇവിടെയാണ്, അതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണിലായിരിക്കണം കിട്ടേണ്ടത്, അപ്പോൾ മാത്രമേ ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉള്ളൂ. ഓക്കെ, നോക്കാം. ഓക്കെ, ബ്രോ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ആ നമുക്ക് ഇത് കഴിയുമ്പോഴേക്കും ഇന്നത്തെ ലെസൺ അവസാനിപ്പിച്ചാലോ? അവസാനിപ്പിക്കാം, ഞാൻ അതിന് തന്നെ നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് ഞാൻ ടൈമായില്ലേ? കണ്ണടഞ്ഞു പോകുന്നു. ആ, എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി കണ്ടിട്ട് നമുക്ക് ആ ബ്രോ. വൈൻഡപ്പ് ചെയ്യാം. ബ്രോ എന്തായാലും ഓക്കെ, റെക്കോർഡിങ്സ് ഒന്ന് വാച്ച് ചെയ്യണേ. ചെയ്യാം. എന്തായാലും കഴിഞ്ഞ ക്ലാസ് കൊണ്ട് ടൈമില്ല ബ്രോ. ഇപ്പം നല്ലൊരു വർക്ക് വന്നിട്ട് അങ്ങനെ വർക്ക് ലോഡാണ്.
ഓക്കെ ഓക്കെ, ഇതാ ഇവിടെ നല്ലൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കിയേ, ഈ ഒരു ഏരിയ ജസ്റ്റ് നോക്കിയേ, ഇവിടെ ഇവിടെ കണ്ടോ, പ്രൈസ് ഇങ്ങനെ താഴത്തേക്ക് വന്നു, വീണ്ടും താഴത്തേക്ക് വന്നു. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെ ബ്രേക്ക് കിട്ടി അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ബ്രേക്ക് ആക്കി എടുക്കാം. സിമ്പിളി നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു ബ്രേക്ക് ആക്കി എടുക്കും. ഇവിടെ ഉം, ഉം. പ്രൈസ് ഒന്നും ബുള്ളിഷ് ആയി എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കുന്ന സമയത്ത് പ്രൈസ് ലാസ്റ്റ് ഈ ഒരു ബുള്ളിഷ് മൊമെന്റം തുടങ്ങുന്നത് ഇവിടുന്നാണ് തുടങ്ങുന്നത് അല്ലേ? ഇവിടുന്നാണ് പ്രൈസ് മുകളിലേക്ക് വന്ന് തുടങ്ങുന്നത്, ശരിയല്ലേ? അതെ. സോ നമുക്ക് ഈ ഒരു ഏരിയ എന്താക്കി എടുക്കാം, നമ്മുടെ സപ്പോർട്ട് ഏരിയ ആക്കി എടുക്കാം. ആ, കാരണം ലാസ്റ്റ് വന്ന ഈ ഒരു ബിയറിഷ് ക്യാൻഡലിനെ കവർ ചെയ്തിട്ട് ഞാനിതൊരു സപ്പോർട്ട് സോൺ ആക്കി എടുത്തു. ഈ ഒരു സപ്പോർട്ട് സോണിൽ വന്നിട്ട് ലാസ്റ്റ് വന്ന ഈ ക്യാൻഡിൽ ഏതാ നോക്കിയേ, ഇതിന്റെ ലോന്റെ താഴത്തേക്ക് പ്രൈസ് റൺ ചെയ്തു, ഈ ഒരു ഹൈന്റെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തു, ശരിയല്ലേ? അതെ. ഹലോ. ആ മനസ്സിലായി ബ്രോ, അത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് എൻട്രി പ്ലേസ് ചെയ്യാം. എടുക്കാം. ആ, ഉം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിന്റെ താഴെ. ഓക്കെ, കണ്ടോ പ്രൈസ് എത്രത്തോളം ഹൈ പോയിട്ടുണ്ട്, കണ്ടോ പ്രൈസ് ഇവിടെ നല്ലൊരു ബുള്ളിഷ് മൊമെന്റം തന്നു, കണ്ടോ? ഓക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് എൻഗൾഫിംഗ് ബാറിന്റെ എക്സാമ്പിൾ. അപ്പൊ ബ്രോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബിയറിഷ് ബുള്ളിഷ് എൻഗൾഫിംഗ് ബാർ ആൻഡ് ബിയറിഷ് ബുള്ളിഷ് മറുബോസോ കാൻഡിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണിൽ വരുന്ന എക്സാമ്പിൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ഓക്കെ ബ്രോ. അല്ലേ? അപ്പോ ആ, ഇന്ന് ഈ ഒരു റെക്കോർഡിങ്സ് ഒന്ന് വാച്ച് ചെയ്യാം, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയി കിട്ടും കാര്യങ്ങള്. ഓക്കെ, ഓക്കെ. അപ്പോ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം ബ്രോ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നീ ഡൗട്ട്സ് നീ വരാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മെസ്സേജ് ഇട്ടേക്കാം ബ്രോ. ഓക്കെ, എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ.